സോ ഫൈനലി ആപ്പിൾ ഐഫോൺ 16 ലൈനപ്പ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഐഫോൺ 16 പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആപ്പിൾ ചില തെറ്റിദ്ധാരണകൾ നമ്മൾക്ക് ഈ ഒരു ഇവൻറ്റിലും അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണോ, ഇത് പർച്ചേസ് ചെയ്യണോ എന്നുള്ളൊരു ഐഡിയയും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ദിസ് ഇസ് മീ മിലൻ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് നോൺ പ്രോ മോഡൽസ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റിലേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നോൺ പ്രോ മോഡൽസ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അത് നമുക്ക് 16, 15, 14 സീരീസ്. രണ്ടാമതുള്ളത് 16 പ്രോ, 15 പ്രോ ആൻഡ് 14 പ്രോ. മൂന്നാമത് നമുക്ക് 16 പ്രോ മാക്സ്, 15 പ്രോ മാക്സ്, 14 പ്രോ മാക്സ്. സോ ആദ്യമേ നമുക്ക് ഡിസ്പ്ലേ സൈസിൽ നിന്ന് ഒന്ന് തുടങ്ങാം. 16 പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.3 ഇഞ്ചാണ്. ബാക്കി എല്ലാത്തിൻ്റെയും ബാക്കി രണ്ട് മോഡൽസിൻ്റെയും 6.1 ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം പ്രോ മോഡൽസിലേക്ക് വരുമ്പോൾ ഇതേ വ്യത്യാസം തന്നെ നമുക്ക് പ്രോ മാക്സിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ 6.9 ഇഞ്ചാണ്, മറ്റേത് 6.7 ഇഞ്ചാണ്. സോ ലാർജർ ഡിസ്പ്ലേ ആണ് ഈ പ്രാവശ്യം പ്രോ സീരീസിൽ നമുക്ക് ലഭിച്ചേക്കുന്നത്. എന്നാൽ ബേസ് മോഡൽ 16, 15 ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം നോൺ പ്രോ മോഡൽസിലുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 16 നമുക്ക് ആക്ഷൻ ബട്ടൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ, അതായത് നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ ഒരു മെയിൻ ഘടകമാണ്. കാരണം അതിൽ കോൾ റെക്കോർഡിംഗ് ഫംഗ്ഷനാലിറ്റി ഉണ്ട്, റൈറ്റിംഗ് ടൂള്, ഫോട്ടോഗ്രാഫി ക്ലീനപ്പ്, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും AI ബേസ്ഡ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന 16 മോഡലിൽ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് പ്രോ സീരീസിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക് 16ലും 15ലും നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇനി ചിപ്പ് സെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ചിപ്പുകളുടെ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കാണാം. 6 കോർ CPU, അതുപോലെ തന്നെ 5 കോർ GPU ആണ്. 6 കോർ 5 കോർ 16 കോർ ന്യൂറൽ എഞ്ചിൻ. ചിപ്പുകളുടെ കാര്യത്തിൽ നിങ്ങൾ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാര്യം പറയാം. ഇത് സെക്കൻഡ് ജനറേഷൻ 3 നാനോമീറ്റർ TSMCയുടെ ചിപ്പാണ് നമുക്ക് 16 സീരീസിൽ വന്നേക്കുന്നത്. എന്നാൽ ഈ രണ്ട് ചിപ്പുകളും A16, A15 TSMCയുടെ 4 നാനോമീറ്റർ പ്രോസസ്സറാണ് അല്ലെങ്കിൽ ആർക്കിടെക്ചറാണ് വരുന്നത് ഈ രണ്ട് ചിപ്പുകളും. ഇത് ഞാൻ എടുത്ത് പറഞ്ഞത് ഒരു നോർമൽ യൂസർ ആണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ 3 ചിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർക്കിടെക്ചറൊന്നും യാതൊരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ യാതൊരു വ്യത്യാസവും വരുത്താൻ പോകുന്നില്ല. കാരണം നിങ്ങളൊരു ആവറേജ് യൂസറാണ്. നിങ്ങൾ യൂട്യൂബ് കാണുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുന്നു, അത്യാവശ്യം വല്ലപ്പോഴും വല്ല ഫോട്ടോ എടുക്കുന്നു, വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നു, കോൾ എടുക്കുന്നു, കോൾ അറ്റൻഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള നോർമൽ യൂസ്, വെറും നോർമലായിട്ടുള്ള യൂസുകൾ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏത് ഫോൺ എടുത്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രയോജനങ്ങളോ അല്ലെങ്കിൽ പെർഫോമൻസിലെ വലിയ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. നമുക്കെല്ലാവർക്കും ഓരോ തരത്തിലുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് ഡിവൈസ് ആയാലും, അതിപ്പോൾ പ്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ പ്രോ ഡിവൈസ് ആയിക്കോട്ടെ, നമ്മളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുന്നവയാകണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പുവരുത്തണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കുണ്ടാകാൻ പോകുന്നൊരു കംപ്ലയിൻറ്റ്, നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇപ്പം നമ്മൾ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോ സീരീസ് നിങ്ങൾക്കിപ്പം ഈ ഒരു നോൺ പ്രോ ഡിവൈസിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രോ സീരീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത്. സോ ഇവൻച്വലി നമ്മൾ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്കിതൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു നമുക്ക് വർത്തായിട്ട് തോന്നത്തില്ലായിരിക്കാം. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങുന്ന സമയത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കും, നമുക്ക് ഉപയോഗിച്ച് കുറച്ചൊരു പോയിന്റ് എത്തിക്കഴിയുമ്പം നമുക്കതൊരു വേസ്റ്റ് ആയിട്ട് തോന്നിയേക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രോ ആയാലും നിങ്ങൾ നോൺ പ്രോ ആയാലും ഏതെടുത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ടോ. കാരണം ഒരാവശ്യങ്ങളും ഇല്ലാതെ നമ്മൾ വെറുതെ ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ പ്രോബ്ലംസും കുറ്റങ്ങളും മാത്രമേ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമുക്ക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈ പറഞ്ഞ ഡിവൈസുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുതിയ വഴികൾ ഓരോ സമയത്തും തേടിക്കൊണ്ടിരിക്കും. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാനും നമ്മൾ പുതിയ കുറേ മാർഗ്ഗങ്ങൾ എപ്പോഴും തേടും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഏത് ഡിവൈസും നമ്മളുടെ ആവശ്യങ്ങളെ ബേസ് ചെയ്തിട്ടേ നമ്മൾ വാങ്ങാവുള്ളൂ. ഒരിക്കലും മറ്റൊരാൾ അത് വാങ്ങി അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ട് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലെങ്കിലും നമ്മൾ ഈ സാധനം വാങ്ങി വെച്ചാൽ അത് നമുക്ക് എപ്പോഴും
തലവേദനകളെ സൃഷ്ടിക്കത്തുള്ളൂ. ഒരിക്കലും നമുക്കത് പ്രയോജനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റുകളെ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് ക്യാമറ കൺട്രോൾസ് ആണ്. സോ ഈ ക്യാമറ കൺട്രോൾസിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ബട്ടൺ ആപ്പിൾ 16 ലൈനപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം, സൂമിംഗ് റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്റ്റൈല് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് അഡീഷണലി വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പുതിയ ഫീച്ചർ, AI ഫീച്ചറാണ്. തീർച്ചയായിട്ടും അത് എവിടെയാണ് നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ആ ഒരു സർക്കിൾ ടു സെർച്ച്, സാംസങ്ങിനും ഉണ്ട് അതുപോലത്തെ എന്തൊക്കെയോ ഫീച്ചേഴ്സ്. സോ അതിന് ബദലായിട്ട് ആപ്പിൾ കൊണ്ടുവന്നേക്കുന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അത് ഈ ക്യാമറ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്ന എന്തിനെ പറ്റി നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു അഡീഷണൽ AI ഫീച്ചർ ഈ ഒരു ക്യാമറ കൺട്രോളിൻ്റെ ബട്ടണിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറ എന്ന് പറയുന്ന അഡീഷണൽ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ താഴത്തേക്ക് സ്ക്രോൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, HDR ഡിസ്പ്ലേ ആണ് 3 സീരീസിലുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. എക്സെപ്റ്റ് 14 സീരീസിൽ മാത്രം നമുക്കറിയാം 800 നിറ്റ്സ് ആണ് അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ 15 സീരീസിലും 16 സീരീസിലും 1000 നിറ്റ്സ് ആണ് അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. വെളിയിലേക്ക് പോകുമ്പം 2000 നിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു 15ലും 16 സീരീസിലും അതിൻ്റെ പീക്ക് മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. പക്ഷേ അഡീഷണലി നമുക്ക് 16 സീരീസിൽ മിനിമം 1 നിറ്റ്സിലേക്ക് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ സാധിക്കും. ഇതിൽ ഈ 16 പ്രോയിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ 1 നിറ്റ്സ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കി 2 മോഡൽസിലും നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉണ്ട്. സോ നമ്മുടെ നോൺ പ്രോ മോഡൽസിൽ ഇപ്പോഴും 120 ഹെർട്സ് ഇല്ല. 2024ലും നമുക്ക് 60 ഹെർട്സ് ആണ്. ഈ ഒരൊറ്റ കാര്യത്തോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. പക്ഷേ ഇത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന 17 സീരീസിൽ നമുക്ക് എല്ലാ മോഡൽസിലും ഈ പറഞ്ഞ പ്രൊമോഷൻ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 16ലും 15ലും നമുക്ക് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. എന്നാൽ 14ൽ അത് 12 മെഗാ പിക്സൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ നമുക്ക് 16ൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ബാക്കി 2 മോഡൽസിലും. ഇതിൽ ഈ ഒരു ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒരു ഗിമിക്കാണ്. iPhone 16ൽ നമുക്കറിയാം 2 ക്യാമറ മാത്രമേ ഉള്ളൂ. ഒന്ന് അൾട്രാ വൈഡും മറ്റൊന്ന് മെയിൻ വൈഡ് ക്യാമറയും. ഇതേ സെയിം സംഭവം നമുക്ക് 16 പ്രോയിലും 16 പ്രോ മാക്സിലും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്യൂഷൻ ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് കാണാം 1x 5x 2x ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും ഈ ഒരു 2x എന്ന് പറയുന്ന സംഭവം ഒപ്റ്റിക്കൽ സൂം അല്ല. അതിവിടെ നോർമൽ മോഡൽസിലും ഈ ഒരു 2x എന്നുള്ളത് ഒപ്റ്റിക്കൽ സൂം എന്ന് പറയുന്നതാണ് കൊടുത്തേക്കുന്നത്. അത് ശരിക്കും ഡിജിറ്റൽ സൂമാണ്. കാരണം ഈ ഒരു സെൻസർ, ഇതിൻ്റെ മെയിൻ സെൻസർ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിൻ്റെ പുതിയൊരു സെൻസറാണ് വന്നിരിക്കുന്നത്. 48 മെഗാ പിക്സൽ. ഇതിൽ ഈ ഒരു 2x എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 48 മെഗാ പിക്സലിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ആ സെൻസറിൻ്റെ ഭാഗമാണ്. അത് വെറും 12 മെഗാ പിക്സലേ ഉള്ളൂ. ഈ 12 മെഗാ പിക്സലാണ് ആക്ച്വലി 2x എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. 2x ഒപ്റ്റിക്കൽ സൂം അല്ല, അത് ഡിജിറ്റൽ സൂമാണ്. ഇതിൽ ഈ ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞു ഈ മെയിൻ സെൻസർ 48 മെഗാ പിക്സലാണ്. അത് 2xലേക്ക് ഇടുമ്പം നമ്മൾ സെൻറ്റർ പോർഷനിലെ 12 മെഗാ പിക്സലിലേക്കാണ് സൂം ആകുന്നത് അല്ലെങ്കിൽ ക്രോപ്പ് ആകുന്നത്. പക്ഷേ iPhone 16 സീരീസിലെ ഫോട്ടോണിക് എഞ്ചിൻ്റെ പ്രത്യേകത ഈ അടുത്തുള്ള 2 പിക്സൽ കമ്പൈൻ ചെയ്ത് ഒരു ലാർജർ പിക്സലാവും. സോ അങ്ങനെ 48 മെഗാ പിക്സലിൻ്റെ ഒരു കംപ്രസ്ഡ് അല്ലെങ്കിൽ കോമ്പിനേഷനിലായിരിക്കും ഈ ഒരു 12 മെഗാ പിക്സൽ ഫോട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ ഒരു 24 മെഗാ പിക്സലിൻ്റെ ഇമേജാണ് ഈ 2xൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ലഭിക്കുന്നത്. അതാണ് ഈ ഒരു ഫ്യൂഷൻ എന്ന് പറയുന്ന വാക്കിലൂടെ ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി റിസംബിൾ ചെയ്യുന്നത്. അതാണ് ബാക്കി 2 മോഡൽസിലും iPhone 15 സീരീസിലും 14ലും നമുക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് നിങ്ങൾ കാണാം 16 സീരീസിൽ ഒരു അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് നിങ്ങൾ കാണാം. അതിൻ്റെ ആപ്പർച്ചർ എന്ന് പറയുന്നത് 2.2 ആണ്. ബാക്കി 2ലും 15ലും 14ലും 2.4 ആണ് ആപ്പർച്ചർ കൊടുക്കുന്നത്. സോ അൾട്രാ വൈഡിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 16 പ്രോയിലും 16 പ്രോ മാക്സിലും നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കാണാം 5x ടെലിഫോട്ടോ സൂം നമുക്ക് ആദ്യമായിട്ട് 16 പ്രോയിലേക്ക് വരുവാണ്. ബാക്കി 2 ഡിവൈസുകളും 15 പ്രോയും 14 പ്രോയിലും നമുക്ക് 5x സൂം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇതിലില്ലാത്തത് നമുക്കിവിടെ കാണാം. മാക്രോ ഫോട്ടോഗ്രാഫി 15ലും ഇല്ല 14ലും ഇല്ല. നമുക്ക് ഇതിൽ മാക്രോ ഫോട്ടോഗ്രാഫി ഉണ്ട്. സ്പേഷ്യൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആൻറ്റി റിഫ്ലക്റ്റീവ് ലെൻസ് കോട്ടിങ്. കാരണം നമുക്കറിയാം രാത്രി നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ബാക്കി എല്ലാ മോഡൽസിലും ഇതുവരെ ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എവിടെയൊക്കെയോ ഉള്ള ലൈറ്റുകൾ നമ്മുടെ ലെൻസിനെ തട്ടിയിട്ട് അത് ഫോട്ടോസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് പലരും അതൊരു പ്രോബ്ലമായിട്ട് പറയാറുള്ളതാണ്. സോ അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് ആപ്പിൾ 16 സീരീസിലേക്ക് ആൻറ്റി റിഫ്ലക്റ്റീവ് ലെൻസ് കോട്ടിങ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ പ്രാവശ്യം പ്രോയിലും പ്രോ മാക്സിലും നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ യാതൊരു ചേഞ്ചും ലഭിക്കുന്നില്ല. സെയിം ക്യാമറ, സെയിം ടെക്നോളജി കാര്യങ്ങളെല്ലാം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്പർച്ചറിൻ്റെ കാര്യത്തിൽ പ്രോയിലും പ്രോ മാക്സിലും സെയിം ആപ്പർച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. 2.8 ആണ് ടെലിഫോട്ടോയുടെ ആപ്പർച്ചർ വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 16-ൽ നമുക്ക് അൾട്രാ വൈഡും 48 മെഗാ പിക്സലിൻ്റെ രണ്ട് സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാ പിക്സൽ, 2.2 ആണ് ആപ്പർച്ചർ. അതുപോലെ ടെലിഫോട്ടോ മാത്രമാണ് ഇവിടെ 12 മെഗാ പിക്സലാണ്. എല്ലായിടത്തും 12 മെഗാ പിക്സലാണ്, 2.8 ആണ് ആപ്പർച്ചർ വന്നിരിക്കുന്നത്. സോ ക്യാമറയുടെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത് നമ്മുടെ അൾട്രാ വൈഡിലുമാണ്. സോ അത് പ്രോ സീരീസിലാണ് ആ ഒരു വ്യത്യാസം വരാൻ പോകുന്നത്. 16 പ്രോയിലും 16 പ്രോ മാക്സിലും മാത്രമാണ്. ഇനി ഇതിലെ മെയിൻ ഡിഫറൻസ് വരാൻ പോകുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഇതിലില്ലാത്ത രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് എല്ലാ മോഡൽസിലും. സ്പേഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് 1080p നമുക്ക് 16 സീരീസിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മാക്രോ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, ക്വിക്ക് ടേക്ക് വീഡിയോസ്. നമുക്ക് ഈ രണ്ട് മോഡൽസിലും നമുക്ക് ക്വിക്ക് ടേക്ക് 1080p ക്വാളിറ്റിയിലേ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതിൽ 4K 60 FPS നമുക്ക് ക്വിക്ക് ടേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെ നമ്മൾ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചർ, വിൻ നോയ്സ് റിഡക്ഷനും ഓഡിയോ മിക്സും. ആ ഓഡിയോ മിക്സ് ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് സിനിമാറ്റിക് മോഡ്, അതുപോലെ സറൗണ്ടിങ് മോഡ്, അങ്ങനെയുള്ള ഏകദേശം 4 മോഡുകളിൽ നമുക്ക് അങ്ങനെയുള്ള ഓഡിയോ ആണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഈ ഒരു 16 സീരീസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 2 സീരീസിലും നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വീഡിയോ ഉപയോഗിച്ച് വ്ളോഗിങ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 16 സീരീസിലേക്ക് വരുമ്പോൾ അത് നല്ലൊരു പ്രയോജനപ്പെടുന്ന കാര്യമാണ്. കാരണം ഇനി പ്രോ സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിന് അഡീഷണൽ ആയിട്ട് ഒരു ബൂസ്റ്റ് ലഭിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നോൺ പ്രോയിൽ 120 FPS 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ബേസ് മോഡൽ 16 ഉള്ള പോലെ തന്നെ 4K വീഡിയോ നമുക്ക് ക്വിക്ക് ടേക്ക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ താഴെ 3 കാര്യങ്ങളാണ് ഡിഫറൻസ് ഉള്ളത്. 3 കാര്യങ്ങൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. അതായത് 4 സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്രോഫോൺ വരുന്നത് 16 പ്രോ സീരീസിൽ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വിൻഡ് നോയ്സ് റിഡക്ഷനും ഓഡിയോ മിക്സും അത് 16-ലും ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ഫീച്ചർ മാത്രം നമ്മുടെ 16 പ്രോയിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ബാക്കി 15 പ്രോ ആയിക്കോട്ടെ 14 പ്രോ ആയിക്കോട്ടെ നമുക്ക് ഈ പറഞ്ഞ ഫീച്ചർ ലഭിക്കുന്നില്ല. സോ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെയിം സെൻസർ തന്നെയാണ്, 12 മെഗാ പിക്സലിൻ്റെ സെയിം സെൻസർ തന്നെയാണ്. 1.9 ആണ് ആപ്പർച്ചർ. അതിൽ യാതൊരു വ്യത്യാസങ്ങളും ഇവിടെ വന്നിട്ടില്ല. ആകെ ഒരു വ്യത്യാസം വരാൻ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഫീച്ചർ, ലേറ്റസ്റ്റ് ജനറേഷൻ ഫോട്ടോഗ്രാഫിക് സ്റ്റൈല് നമുക്ക് ഇതിൽ ലഭിക്കുന്നു. ബാക്കി 2-ലും പഴയ ഫോട്ടോഗ്രാഫിക് സ്റ്റൈലാണ്. അതുപോലെ ഫ്രണ്ട് ഫേസിങ്ങിൽ സിനിമാറ്റിക് മോഡിൽ ഡോൾബി വിഷൻ വീഡിയോ 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഫ്രണ്ട് ഫേസിങ്ങിൽ സിനിമാറ്റിക്കിൽ 4K HDR വീഡിയോ മാത്രമേ ഉള്ളൂ. ബാക്കി 2-ലും ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതേ ചേഞ്ചസ് തന്നെയാണ് 16 പ്രോയിലും 16 പ്രോ മാക്സിലും അല്ലെങ്കിൽ പ്രോ ആൻഡ് പ്രോ മാക്സ് സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചേഞ്ചസ്. യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. ഇനി സെല്ലുലാർ ആൻഡ് വൈഫൈയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. 16-ൽ Wi-Fi 7 ആണ്. ഇത് 15-ലും 14-ലും Wi-Fi 6 തന്നെയാണ്. 15-ലും 16-ലും നമുക്ക് സെക്കൻഡ് ജനറേഷൻ UW ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ 16-ൽ മാത്രം ത്രെഡ് നെറ്റ്വർക്ക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ത്രെഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഹോം ആക്സസറീസ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പല ആക്സസറീസ്, ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടും സെക്യൂർ ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ത്രെഡ് ടെക്നോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ബാക്കി 2 സീരീസിലും നമുക്ക് ത്രെഡ് ടെക്നോളജി ഇല്ല. എന്നാൽ പ്രോ സീരീസിലേക്കും പ്രോ മാക്സ് സീരീസിലേക്കും വരുമ്പം നമുക്കിവിടെ കാണാം 15-ലും 16-ലും ഈ ഒരു ത്രെഡ് നെറ്റ്വർക്ക് ടെക്നോളജി ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം Wi-Fi 7 ആണ്. 15 പ്രോയിലും 14 പ്രോയിലും നമുക്ക് Wi-Fi 6-ഉം Wi-Fi 6E ആണ്. ഇതിലേക്ക് വന്നപ്പോൾ Wi-Fi 7 ആണ്. ഫൈനലി പവർ, ചാർജിങ്, ഹീറ്റിങ് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 16 സീരീസ് കുറച്ചും കൂടെ ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത് ബാക്കി 2 15, 14 മോഡലിനേക്കാളും. ഒന്നാമത്തെ കാര്യം, നമുക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് 22 ഹവേഴ്സ് ആണ്. ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ആപ്പിൾ ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സേഫ് ഉപയോഗിച്ചുകൊണ്ട്, പുതിയ മാക്സേഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 30 വാട്ടിന് മുകളിലുള്ള ഒരു അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 25 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നതാണ്. അത് 4 iPhone 16 സീരീസിലും അങ്ങനെ തന്നെയാണ്. മാക്സേഫിൽ
25W സപ്പോർട്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചേക്കുന്ന മറ്റൊരു കൺഫേംഡ് ആയിട്ടുള്ള കാര്യം, ഇത് ഞാൻ ലീക്സ് വീഡിയോയിലും മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, നമുക്ക് 40 to 45W വയേർഡ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു കാര്യം ഇവന്റിൽ പോലും, ഈവൻ വെബ്സൈറ്റിലും ആപ്പിൾ എവിടെയും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഷ്രിംപ് ആപ്പിൾ പ്രോ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തൊരു കാര്യമാണിത്. iPhone 16 സീരീസിൻ്റെ 4 മോഡൽസും നമുക്ക് അപ് ടു 45W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് എന്ന് കൺഫേം ചെയ്തുകൊണ്ടുള്ള ചില ഇൻഫർമേഷൻസ്, അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 4 മോഡൽസും അതിൻ്റെ മോഡൽ നമ്പർ ഉപയോഗിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ 4 iPhone 16 സീരീസിലെ മോഡൽസും അപ് ടു 45W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് iPhone 16 മാത്രമായിട്ട് ആപ്പിൾ ഒരു കാര്യം കൂടെ അഡീഷണലി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ബെറ്റർ ആയിട്ടുള്ള തെർമൽ മാനേജ്മെൻറ്റ് നമുക്ക് iPhone 16 സീരീസിൽ മാത്രമാണ് ഈ പ്രാവശ്യം മുതൽ ലഭിക്കുന്നത്. ബാക്കി രണ്ടിലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു കാര്യം ആപ്പിൾ ഇവൻറ്റിലും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഇതോടൊപ്പം ഗ്രാഫൈറ്റിൻ്റെ ഒരു സബ് സ്ട്രക്ചർ നമ്മളുടെ ഡിവൈസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനകത്ത് കൊടുത്തിട്ടുണ്ട് 16 പ്രോയിലും 16 Pro മാക്സിലും. അത് ഫോർ ബെറ്റർ തെർമൽ ആൻഡ് ഹീറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയാണ്. പ്ലസ് നമുക്ക് ബാറ്ററിക്ക് ഒരു കേസിംഗ് കൂടെ, മെറ്റൽ കേസിങ്ങും ആപ്പിൾ 16 സീരീസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിവൈസ് ഹീറ്റ് ആവുന്ന ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രോ മാക്സ് സീരീസിലേക്ക് വരുമ്പോൾ ഇതേ ചേഞ്ചസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓഡിയോ പ്ലേബാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം 105 ഹവേഴ്സാണ്, 105 ഹവേഴ്സ്. അത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. 10 ഹവേഴ്സിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ വീഡിയോ പ്ലേബാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം 33 ഹവേഴ്സാണ്. 25 ഹവേഴ്സ് സ്ട്രീമിങ്, അത് 29 ഹവേഴ്സാണ്. സോ മൊത്തത്തിൽ പ്രോ മാക്സ് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് പ്രോ മാക്സിൽ വരുന്നത്. സോ കമ്പയറിംഗ് ടു 16 Pro ആയിട്ട്, ഇവിടെ നമ്മുടെ 16 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ആണ് പ്രോ മാക്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 16 Pro മാക്സ് ആണ്. ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്രയും വലിയ കൺസേൺ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം, നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് തരാൻ പോകുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് 16 Pro മാക്സ് ആയിരിക്കും. കമ്പയറിംഗ് ടു 16 ആയിക്കോട്ടെ, 16 Pro ആയിക്കോട്ടെ, 16 Plus ആയിക്കോട്ടെ, ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് 16 Pro മാക്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു iPhone 15 അല്ലെങ്കിൽ 15 Pro സീരീസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും iPhone 16 ലൈനപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം വലിയ മാറ്റങ്ങളൊന്നുമില്ല. എസ്പെഷ്യലി iPhone 15 Pro 15 Pro മാക്സ് യൂസേഴ്സ് ഒട്ടും തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രാ ഫീച്ചർ അല്ലെങ്കിൽ ബട്ടൺ നമുക്ക് കിട്ടുന്നു, അതിൽ എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നു എന്നുള്ളതും. പക്ഷേ iOS 18 റിലീസ് ചെയ്യുമ്പം അതിൽ വന്ന കുറേയധികം ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് iPhone 15 Proയിലും ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങളൊരു iPhone 12, 11, 10s, ഈവൻ 13 യൂസർ ആണെങ്കിലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 14 യൂസേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ വേണമെന്നുണ്ടെങ്കിലും, 2 വീഡിയോ ഫോട്ടോഗ്രാഫിക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫീനേക്കാൾ ഉപരി നിങ്ങൾ വീഡിയോയുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ് iPhone 16 സീരീസ്. ഈ 2 കാര്യങ്ങൾ മാത്രം ബേസ് ചെയ്തിട്ടേ ഞാൻ പറയത്തുള്ളൂ. ബാക്കി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ലാസ്റ്റ് 2 മോഡൽസ് iPhone 16 തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.